ഹലോ എവ്രി വൺ, വെൽക്കം ടു ഡെലീഷ്യസ് റെസിപ്പീസ്. ഇന്ന് നമുക്ക് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഗോതമ്പ് ദോശ തയ്യാറാക്കിയാലോ. ഇത് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ദോശയാണ്. തലേ ദിവസം അരിയും ഉഴുന്നുമൊക്കെ വെള്ളത്തിൽ കുതിർത്ത് വയ്ക്കാനായിട്ട് മറന്നു പോയിട്ടുണ്ടെങ്കിൽ രാവിലെ നമുക്ക് വളരെ എളുപ്പത്തിൽ ഈ ഒരു ഗോതമ്പ് ദോശ തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ ഈ ദോശയ്ക്ക് വേണ്ടിയിട്ട് 1 കപ്പ് ഗോതമ്പ് മാവാണ് ഞാൻ എടുക്കുന്നത്. 250 ml കപ്പിന് 1 കപ്പാണ് എടുത്തത്. ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർക്കാം. എന്നിട്ടിത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് വീതം വെള്ളം ഒഴിച്ചിട്ട് വേണം ഇത് മിക്സ് ചെയ്യേണ്ടത്. ആദ്യം തന്നെ മുഴുവൻ വെള്ളവും ഇതിലേക്ക് ഒഴിക്കരുത്. ആദ്യം ഞാനിപ്പോൾ 1/2 കപ്പ് വെള്ളമാണ് ഒഴിച്ചത്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ചുകൂടി വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ഇത് മിക്സ് ചെയ്യാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് മിക്സിയിൽ ഒന്ന് കറക്കിയെടുത്താലും മതി. ഞാൻ സാധാരണ ഗോതമ്പ് ദോശ തയ്യാറാക്കുമ്പോൾ ഇതുപോലെയാണ് മിക്സ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ 1 കപ്പ് ഗോതമ്പ് മാവിന് ഏകദേശം 1.25 മുതൽ 1.5 കപ്പ് വരെ വെള്ളം വേണ്ടി വരും. നിങ്ങൾ ഓരോരുത്തരും ഉപയോഗിക്കുന്ന ഗോതമ്പ് മാവിനനുസരിച്ച് വെള്ളത്തിൻ്റെ അളവിൽ ചെറിയ വ്യത്യാസമൊക്കെ വരാം. ഇവിടെ ദോശമാവ് റെഡി ആയിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം ഈ മാവ് തയ്യാറാക്കേണ്ടത്. ഞാനിതിൽ ബേക്കിംഗ് സോഡ ഒന്നും ചേർത്തിട്ടില്ല. ഈ മാവ് തയ്യാറാക്കിയ ഉടനെ തന്നെ നമുക്ക് വേണമെങ്കിൽ ദോശ ചുട്ടെടുക്കാം. ഞാനിവിടെ 30 മിനിറ്റ് ഇത് അടച്ച് മാറ്റി വയ്ക്കുന്നുണ്ട്. അരമണിക്കൂർ ഇതുപോലെ അടച്ച് മാറ്റി വെച്ച ശേഷം ദോശ ചുട്ടെടുക്കുമ്പോൾ കുറച്ചുകൂടി നന്നായിട്ട് തോന്നുന്നുണ്ട്. മാവിൻ്റെ കൺസിസ്റ്റൻസി ഇതുപോലെ ആയിരിക്കണം. ഇനി നമുക്കിതൊന്ന് അടച്ച് മാറ്റി വയ്ക്കാം. ഈ ദോശ ചുട്ടെടുക്കാനായിട്ട് ഒരു പാൻ ഇവിടെ ചൂടാകാനായിട്ട് വെച്ചിട്ടുണ്ട്. എപ്പോഴും മീഡിയം ഹീറ്റിൽ വെച്ചിട്ട് വേണം ദോശ ചുട്ടെടുക്കാനായിട്ട്. അപ്പോൾ ചൂടൊന്ന് ക്രമീകരിക്കാൻ വേണ്ടിയിട്ട് അല്പം വെള്ളം ഒന്ന് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ദോശമാവ് ഒഴിച്ചു കൊടുക്കാം. ചൂട് കൂടുതലാണെങ്കിൽ ഈ മാവ് ഒഴിക്കുന്ന ഉടനെ തന്നെ അത് പാനിലങ്ങ് ഒട്ടിപ്പിടിക്കും. അപ്പോൾ എപ്പോഴും ഒരു മീഡിയം ഹീറ്റിൽ തന്നെ ഇത് വെക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. ഓരോ തവണ ദോശ ചുടുമ്പോഴും മീഡിയം ഹീറ്റിൽ തന്നെ ആയിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇപ്പോൾ ദോശയുടെ മുകൾ ഭാഗമൊക്കെ നന്നായിട്ട് ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. അരികൊക്കെ നല്ലതുപോലെ വിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അല്പം എണ്ണയൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. നെയ്യ് ഇഷ്ടമുള്ളവർക്ക് അല്പം നെയ്യ് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ അല്പം വെജിറ്റബിൾ ഓയിലാണ് ചേർത്തത്. ഇനി ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. നല്ല മുരിഞ്ഞു വന്നിട്ടുണ്ട്. നമ്മൾ സാധാരണ അരി ഉഴുന്നുമൊക്കെ അരച്ച് തയ്യാറാക്കുന്ന ദോശ പോലെ തന്നെ ഇത് നല്ലതുപോലെ മുരിഞ്ഞു വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ദോശ നമുക്ക് ഏത് കറിയുടെ കൂടെ വേണമെങ്കിലും കഴിക്കാം. കടലക്കറിയോ മുട്ട റോസ്റ്റോ വെജ് കുർമയോ അല്ലെങ്കിൽ ചട്നിയുടെ കൂടെ വേണമെങ്കിൽ ഇത് കഴിക്കാം. അപ്പോൾ ആദ്യത്തെ ദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അടുത്ത ദോശ ചുടുന്നതിന് മുമ്പായിട്ട് ചൂടൊന്ന് ക്രമീകരിക്കാൻ വേണ്ടിയിട്ട് അല്പം വെള്ളം ഒന്ന് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ദോശമാവ് ഒഴിച്ചു കൊടുക്കാം. വളരെ എളുപ്പമല്ലേ ഈ ദോശ തയ്യാറാക്കാനായിട്ട്. അപ്പോൾ ഇത് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനായിട്ടോ അല്ലെങ്കിൽ ഡിന്നറിനോ ഒക്കെ നമുക്ക് ഇത് തയ്യാറാക്കാവുന്നതാണ്. രാത്രിയിൽ എല്ലാ ദിവസവും ചപ്പാത്തിയൊക്കെ കഴിക്കുമ്പോൾ ഇടയ്ക്കെങ്കിലും നമുക്കൊന്ന് മടുപ്പ് തോന്നാറുണ്ടല്ലോ. അപ്പോൾ അങ്ങനെയുള്ള ദിവസങ്ങളിൽ ഈ ഒരു ഗോതമ്പ് ദോശ നമുക്ക് ട്രൈ ചെയ്യാം. ഇതിനു മുമ്പ് ഞാൻ നീർദോശയുടെയും മസാല ദോശയുടെയും ഒക്കെ റെസിപ്പികൾ നമ്മുടെ ചാനലിൽ നേരത്തെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കണ്ടിട്ടില്ലാത്തവർ ആ വീഡിയോ സമയം കിട്ടുമ്പോൾ ഒന്ന് കാണുക. റെസിപ്പികളൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. റെസിപ്പികൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് കൂടി അറിയിക്കാൻ മറക്കരുത്.
അപ്പോൾ ഇന്നത്തെ ഈ ഗോതമ്പ് ദോശ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും കൂടി മറക്കരുതേ. നമ്മുടെ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ബട്ടൺ അടുത്ത് കാണുന്ന ബെല്ലൈക്കൺ പ്രസ് ചെയ്ത ശേഷം ഓൾ എന്ന ഓപ്ഷൻ കൂടി പ്രസ് ചെയ്യാൻ മറക്കരുത്. എങ്കിൽ മാത്രമേ ഞാൻ പോസ്റ്റ് ചെയ്യുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. അപ്പോൾ മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് വീണ്ടും വരാം. താങ്ക്